എല്ലാവർക്കും നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനോ ഇതല്ലെങ്കിൽ പ്രഗത്ഭരായ കേരളത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ രാഷ്ട്രീയക്കാരൊരുത്തരോ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരോ ഒരിക്കൽ പോലും അവർ പുറത്തു പറയാത്തതും അവരവരുടെ വീടുകളിൽ പോലും ചർച്ച ചെയ്യാൻ പോലും താല്പര്യപ്പെടാത്തതുമായ ഒരു വലിയ വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ധനമന്ത്രിയായിരുന്ന ബാലഗോപാലൻ തൻ്റെ അവസാനത്തെ ബഡ്ജറ്റിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞിരുന്നത് 1,82,000 കോടി രൂപയാണ്. അതായത് 1.82 ലക്ഷം കോടി. 1,82,000 കോടി രൂപ വരുമാനമുള്ള സംസ്ഥാനത്ത് അതിൻ്റെ ചെലവിൻ്റെ കണക്കാണ് ആരും പറയുകയില്ല എന്ന് പറഞ്ഞ എന്നെ ഞെട്ടിപ്പിച്ച ഭാഗം. ഇതിൻ്റെ 92%, അതായത് 1,67,044 കോടി രൂപ, 1.6744 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഏതാണ്ട് 1 ലക്ഷത്തിൽ താഴെ വരുന്ന രാഷ്ട്രീയക്കാരുടെ ശമ്പളവും പെൻഷനും എല്ലാം കൂടെ ആയിട്ട് പോകുന്നതാണ് ഈ സംസ്ഥാന വരുമാനം 1.82 ലക്ഷം കോടിയുടെ 92%. ഇനി ഇത് അനുഭവിക്കുന്നവരുടെ എണ്ണക്കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 92% അനുഭവിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ഗവൺമെൻറ്റിൻ്റെ നിലവിലുള്ള സ്റ്റാഫ് എന്ന് ഗവൺമെൻറ് സമ്മതിച്ചിരിക്കുന്ന 6.5 ലക്ഷം സജീവ ഉദ്യോഗസ്ഥന്മാർ, 7 ലക്ഷത്തോളം വരുന്ന ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ വാങ്ങുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ, പേഴ്സണൽ സ്റ്റാഫുകൾ, MLA ഉൾപ്പെടെ വരുന്ന പെൻഷനേഴ്സ്. ഇതുകൂടാതെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്ന 1,83,000 പിൻവാതിൽ നിയമനക്കാർ. ഇതുകൂടാതെ രാഷ്ട്രീയക്കാർ 140 MLA, അതിന് താഴോട്ട് ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് മെമ്പർമാർ, നേരത്തെ MLA ഇരുന്നവരും ഇപ്പോൾ MLA അല്ലാതെ പുറത്തു നിൽക്കുന്നവരും, MLA പെൻഷൻ പറ്റുന്നതുമായ ആളുകൾ ഉൾപ്പെടെ ഏതാണ്ട് 16,33,000 താഴെ, ഏതാണ്ട് 16,33,000 ആളുകളാണ് ഗവൺമെൻറ്റിൻ്റെ വരുമാനമായ 1,82,000 കോടിയിൽ 1,67,044 കോടി രൂപയെന്ന സംസ്ഥാന വരുമാനത്തിൻ്റെ 92% കൊണ്ടുപോകുന്നവരാ. ഞാൻ ഈ കണക്കറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കേരള ജനസംഖ്യ എന്ന് പറയുന്നത് 3,60,00,000, 3.6 കോടി. ഈ 3.6 കോടി ജനത്തിൽ ഈ 16.33 ലക്ഷം അല്ലെങ്കിൽ 16,33,000 എന്ന് പറയുന്ന ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളവും പെൻഷനും മറ്റും കൈപ്പറ്റുന്ന ആളുകളുടെ മുമ്പേ പറഞ്ഞ ലിസ്റ്റിലുള്ളവർ എന്ന് പറയുന്നത് സംസ്ഥാന ജനസംഖ്യയുടെ 4.55%. ബാക്കി 95.45% ആളുകൾക്ക് 95.45% എന്ന് പറയുന്ന ഏതാണ്ട് 3,43,00,000 ജനത്തിനായി ഗവൺമെൻറ്റിന് മാറ്റിവെക്കാൻ ആകെയുള്ളത് 14,560 കോടി രൂപയാണ്. നോക്കണേ, 1,67,044 കോടി, 1.6744 ലക്ഷം കോടി ജനസംഖ്യയുടെ 4.55% ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ജനസംഖ്യയുടെ 95.45% ആളുകൾക്ക് മാറ്റിവെക്കാനുള്ളത് പോയിൻ്റ് കണക്ക് പറയുകയാണെങ്കിൽ 0.1456 ലക്ഷം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 8%. ഈ ബാക്കി വരുന്ന 8% അതും ജനത്തിന് കൊടുക്കാൻ പറ്റിയല്ല. കാരണം എന്താണെന്നറിയോ? സംസ്ഥാനത്തിൻ്റെ പൊതുക്കടം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ് ഇത് വർദ്ധിപ്പിച്ചത് 4.5 ലക്ഷം കോടിയും കൂടെ വർദ്ധിപ്പിച്ച് നിലവിൽ 6 ലക്ഷം കോടിയാക്കി. ഈ 6 ലക്ഷം കോടി രൂപയുടെ പലിശ എന്ന് പറയുന്നത്
10% വെച്ച് കണക്ക് കൂട്ടിയാൽ വർഷം 60,000 കോടി രൂപ വേണം. തന്നെയുമല്ല, ഈ 6 ലക്ഷം കോടിയുടെ പലിശ മാത്രം അടച്ചാൽ പോരാ, ഒരു ചെറിയ പെർസെൻറ്റേജ് മുതലും കൂടി അടയ്ക്കണം. അപ്പം മുതലല്ലാതെ പലിശ മാത്രം അടയ്ക്കണമെങ്കിൽ മിനിമം 60,000 കോടി രൂപ വേണം. അതിൻ്റെ കൂട്ടത്തിൽ മുതലും കൂടി അടയ്ക്കണമെങ്കിൽ സംസ്ഥാന വരുമാനത്തിൻ്റെ 92% ഉദ്യോഗസ്ഥന്മാർക്ക് കൊണ്ട് കൊടുത്തു കഴിയുമ്പം, രാഷ്ട്രീയക്കാർക്ക് കൊണ്ട് കൊടുത്തു കഴിയുമ്പം, പെൻഷനേഴ്സിന് കൊണ്ട് കൊടുത്തു കഴിയുമ്പം ബാക്കി എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈ പലിശ 60,000 കൊടുക്കാനും മുതൽ കൊടുക്കാനുമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് പുതിയ ലോണുകൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് പലിശ കൊടുക്കാനും എടുത്ത ലോണിൻ്റെ മുതലടയ്ക്കാനും പുതിയ ലോൺ എടുക്കുക. അപ്പോൾ കേരള ജനത്തോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ സംസ്ഥാനത്തിന് ഗുണമാകും? തന്നെയുമല്ല, ഈ 3,43,00,000 ജനം എന്തിനിത് വഹിക്കാൻ വേണ്ടി മുന്നോട്ട് പോകണം? ഇങ്ങനെ കണക്ക് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് വെട്ടിത്തുറന്ന് പിണറായി വിജയൻ പറയുമോ ജനത്തോട്? വി ഡി സതീശൻ പറയുമോ? വി ഡി സതീശൻ ഇതുവരെ ഇത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ജനത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ 1.82 ലക്ഷം കോടി എന്നത് ഒന്നുകിൽ വർദ്ധിക്കണം. അതെങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതുപോലെ കുത്തഴിഞ്ഞ രാഷ്ട്രീയ അതിപ്രസരമുള്ള ഈ നാട്ടിൽ എങ്ങനെ ഒരു പ്രസ്ഥാനം വിജയിപ്പിക്കും? നിങ്ങൾ പറ. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ജാർഖണ്ഡിൽ പോയി ഒരു കേബിൾ ഫാക്ടറി തുടങ്ങി. ഇവിടുത്തെ CA2-ൻ്റെ പ്രസിഡൻ്റായ എളമരം കരീം അവിടെ ചെന്നിരിക്കുന്നു ആ പ്ലാന്റ് പൂട്ടിക്കാൻ. എന്നാൽ അയാൾ വിചാരിച്ചാൽ പോരെ, മാന്യമായിട്ടൊരു മലയാളിയാണ്. എളമരം കരീമും മലയാളിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അയാൾ വിചാരിച്ച പോരെ, മലയാളിയായ ചിറ്റിലപ്പള്ളി കൊച്ചൗസേപ്പ് എന്ന വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രസ്ഥാനം അവിടെ വന്നു, അതെങ്ങനെയെങ്കിലും അവിടെ വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ ചെന്ന് സമരമായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ വി-ഗാർഡ് ഇൻഡസ്ട്രീസുകാർ അവർ ആ പ്ലാന്റ് കേരളത്തിലുണ്ടാക്കിയായിരുന്നെങ്കിൽ എന്താ അവസ്ഥയായനെ? ഇതുപോലെയുള്ള കൊള്ളുകേലാത്ത വൃത്തികെട്ട രാഷ്ട്രീയ യൂണിയൻകാരുള്ളപ്പം എങ്ങനെ കേരളത്തിൻ്റെ 1,82,000 കോടി എന്ന ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും? 1.82 ലക്ഷം കോടി എന്ന് പറയുന്ന വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? അപ്പോൾ അത് വളരെ പെട്ടെന്ന് നടക്കുകയല്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്നതാ, ഈ ചെലവെന്ന് പറയുന്ന 1.6744 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ 1,67,044 കോടി എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പെൻഷൻകാർക്കും എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ 4.55% കൊടുക്കുന്ന ഈ എമൗണ്ട് കുറയ്ക്കണം. അതെങ്ങനെ കുറയ്ക്കും? അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും കയറി കഴിഞ്ഞിട്ട് വി ഡി സതീശൻ മിണ്ടിയിട്ടില്ല. 10 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ലെന്ന് മാത്രമല്ല, 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരുള്ളത് ഒതുക്കത്തിൽ പിൻവാതിൽ നിയമനം വഴി 1.83 ലക്ഷവും കൂടി അങ്ങ് കൂട്ടി. 1,83,000 പേരെയും കൂടി അങ്ങോട്ട് കൂട്ടി. കൂടുതലും കയറ്റിയേക്കുന്നത് ആശുപത്രികളിൽ, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ, ഇതുകൂടാതെ പോലീസിൽ തിരികെ അങ്ങോട്ട് കയറ്റി സഖാക്കന്മാരെ. എങ്ങനെ ചിലവ് കുറയും? പുതിയ ഗവൺമെൻറ് വന്നിട്ടും ചിലവ് കുറയ്ക്കാനുള്ള പരിപാടിയിലോട്ടല്ല പോകുന്നത്. ഉദ്യോഗസ്ഥന്മാരെ കുറയ്ക്കുക എന്നൊരു സംവിധാനത്തിലേക്ക് അല്ല പോകുന്നത്. നമുക്ക് ഏറ്റവും വലിയ തെളിവ് പറയാം. ആ വയറ്റിൽ കത്രികയിരുന്നു എന്ന് പറയുന്ന സ്ത്രീക്ക് ആരോഗ്യവകുപ്പിലോട്ട് കയറിയപ്പോഴേ ജോലി കൊടുത്തു. ഒരാളെ എങ്ങനെ കുറയ്ക്കാമെന്നല്ല, എങ്ങനെ കയറ്റാവുന്ന കൂട്ടാവുന്ന അവർ നോക്കുന്നത്. ഇത് രാഷ്ട്രീയക്കാർ സമൂഹത്തോട് പറയല. നമുക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ 92% ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാർക്ക് ശമ്പളവും പെൻഷനുമായി കൊടുത്താൽ ഈ കേരളം എന്ന സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. 92% വരുമാനത്തിൻ്റെ ഇങ്ങനെ വരുന്ന ജനസംഖ്യയുടെ 4.55% വരുന്ന തുച്ഛമായ 16,33,000 പേർക്ക് കൊണ്ട് കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് ഇവിടെ സുഗമമായി ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ചെയ്യണം? നിലവിൽ ഈ പിൻവാതിൽ നിയമനം 1,83,000 പേരെ ഒരു ദയവുമില്ലാതെ കർശനമായിട്ട് പിരിച്ചുവിടണം. ഒരാനുകൂല്യങ്ങളും കൊടുക്കാതെ പിരിച്ചുവിടണം. ബാക്കി 6.5 ലക്ഷം നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ AI-യിലും IT-യിലുമുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിലവിൽ 6.5 ലക്ഷം എന്നുള്ളത് 2 ലക്ഷമായിട്ട് കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാം? വളരെ ലളിതമായിട്ട് കുറയ്ക്കാം. 2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ പഞ്ചായത്തുകളിൽ 24-25 ജോലിക്കാരുണ്ട്.
ഒരു വില്ലേജ് ഓഫീസിൽ 10-12 ജോലിക്കാരുണ്ട്. സാധാരണഗതിയിൽ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും അടുത്തടുത്തായിരിക്കുന്നത്. ഈ വില്ലേജിലെ കാര്യങ്ങൾ റീസർവേ കഴിഞ്ഞതുകൊണ്ടും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തതുകൊണ്ടും അത്യാധുനിക സാങ്കേതിക വിദ്യ ഇൻ്റർനെറ്റും കൂടെ ചേർത്ത് ഉപയോഗിക്കാമെങ്കിൽ ഈ 12 ജോലിക്കാരെന്നുള്ളത് പുതിയ IT പിള്ളേരാണെന്നുണ്ടെങ്കിൽ 2 ജോലിക്കാരുണ്ടെങ്കിൽ ഇത് ഓടിക്കാം. സ്റ്റാർലിങ്കിൻ്റെയോ ഏഷ്യാനെറ്റിൻ്റെയോ ഒക്കെ സൂപ്പർ സ്പീഡ് ഇൻ്റർനെറ്റ് വേണം. അങ്ങനെ വരികയാണെങ്കിൽ 2 പേർക്കായിട്ട് ഒരു വില്ലേജ് ഓഫീസ് വേണ്ട. ഇതുപോലെ തന്നെ പഞ്ചായത്തിലും 4-5 ജോലിക്കാരായിട്ട് മാറ്റാം. ഈ പഞ്ചായത്തിൽ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നു. ഇതൊക്കെ വളരെ ലളിതമായിട്ട് ഓൺലൈനായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എടുക്കത്തക്ക രീതി ക്രമീകരിക്കുകയാണെങ്കിൽ ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന പ്രസ്ഥാനമേ വേണ്ട. ഇത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന 2 IT ചെറുപ്പക്കാർ, യുവാക്കൾ അല്ലെ യുവതികൾ, അങ്ങനെ 2 പേര് വില്ലേജ് ഓഫീസിൻ്റെ ഉത്തരവാദിത്തം ഒറ്റ മേശയിൽ 2 കമ്പ്യൂട്ടറെ ചെയ്യാവുന്ന പണിയേ അവിടെ ഉള്ളൂ എന്നുള്ള സത്യം. അതുപോലെ തന്നെ പഞ്ചായത്തിലും ഉള്ളത്. അപ്പോൾ നോക്കിക്കേ, 12 പേര് വില്ലേജിലും ഒരു 24-25 പേര് പഞ്ചായത്തിലും ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു 20 എണ്ണത്തിനെ ഒഴിവാക്കാം, വില്ലേജിൽ നിന്ന് ഒരു 10 എണ്ണത്തിനെ ഒഴിവാക്കാം. 20ഉം 10ഉം 30 എണ്ണത്തിനെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കി 5ഉം 2ഉം 7 പേരുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും നടക്കുമെന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, സാങ്കേതികവിദ്യ അറിയാവുന്ന ഇവിടുത്തെ പിള്ളേരെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ വിദഗ്ധന്മാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കുറയ്ക്കണം. VD സതീശൻ എന്ന പിയുക്കി മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? എന്താ പറയാത്തത്? അതായത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇത്രയും ഉദ്യോഗസ്ഥന്മാരും ഇത്രയും പെൻഷൻകാരും ഇത്രയും രാഷ്ട്രീയക്കാരും ചേർന്നതാ. ബാക്കിയുള്ള 3,48,00,000 പൂഞ്ഞാന്മാർ, ഇവിടുത്തെ സാധാരണക്കാർ, അവരെ വോട്ട് ചെയ്യാനുള്ള വെറും കോഞ്ഞാട്ടങ്ങളല്ലാതെ വേറൊന്നും ഈ രാഷ്ട്രീയക്കാർ കാണുന്നില്ലെന്നുള്ള സത്യം. അതുകൊണ്ട് അവർ അക്ഷരം പോലും മിണ്ടാത്തത്. ഇനി അടുത്തത്, ചിലവ് കുറയ്ക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടായിരുന്നോ? ഒരു വൃത്തം പറഞ്ഞു, ഇന്ധന വില കൂടിയത് നിങ്ങളെ ബാധിക്കുകയല്ലെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, എന്നെ ഒന്നും ബാധിക്കുകയില്ല, കാരണം എനിക്ക് 2,50,000 രൂപ പെൻഷനുണ്ട്. അന്നേരം പത്രക്കാർ ചോദിച്ചു, നിങ്ങളെ ബാധിക്കുകയല്ലെങ്കിൽ ഇത് സാധാരണക്കാരെ ബാധിക്കുകയല്ലേ? അത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും? അവൻ കാറേ പോകണ്ട, അവൻ സൈക്കിളെ പോട്ടെ. എന്തൊരു ധിക്കാരം, എന്തൊരഹങ്കാരം! അയാൾ എന്തുകൊണ്ട് അങ്ങനത്തെ വർത്തമാനം പറഞ്ഞെന്നറിയാവോ? അത്രയും വലിയ പെൻഷൻ ഉണ്ടെന്ന്. എനിക്ക് ആവശ്യമില്ലാത്ത പെൻഷൻ, പെട്രോൾ വില 150, 100 എന്നുള്ളത് 110, 120, 150, 200 ആയാലും എന്നെ ബാധിക്കാത്തത്ര വലിയ തുക എനിക്ക് മാസം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെന്നാ പരിഹാരം? 1, ഒരാൾക്ക് ഒരു പെൻഷനേ പാടുള്ളൂ. ഒരു 20,000, ഒരു 30,000, കൂടിയ കുഞ്ഞച്ചന്മാർ IASകാർക്കും IPSകാർക്കൊക്കെ ഒരു 50,000 വരെ കൊടുത്തോട്ടെ. പെൻഷൻ എന്ന് പറയുന്നത് ജീവിക്കാനുള്ളതാണ്, സമ്പാദിക്കാനുള്ളതല്ല. ഒരാൾക്ക് ഒരു പെൻഷൻ. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടോ, ഭർത്താവിനും ഭാര്യയ്ക്കും സർക്കാർ ജോലിയാണെങ്കിൽ പെൻഷൻ പറ്റിക്കഴിയുമ്പോൾ 2 പേർക്കും പെൻഷനുണ്ട്. ആദ്യം ഭർത്താവാണ് മരിക്കുന്നതെങ്കിൽ പെൻഷനുള്ള ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പെൻഷൻ്റെ പകുതി കിട്ടും. ഇത് അക്രമമല്ലേ? ഇത് അനുവദിച്ചു കൊടുക്കാവോ? മലയാളി 3,43,00,000 സാധാരണക്കാരായ മലയാളിയോട് ചോദിക്കുക, ഇത് അനുവദിച്ചു കൊടുക്കാവോ? 2.5 വർഷം മന്ത്രിയുടെ പുറകെ നടക്കുന്നവന്മാർക്ക്, പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ 2.5 വർഷമേ നടക്കുന്നുള്ളൂ. പിന്നെ 40 വർഷത്തിന് മുകളിൽ അവന് പെൻഷനാണ്. എന്തൊരു അക്രമമായി നാട്ടിൽ നടക്കുന്നത്! സുപ്രീം കോടതി പോലും പറഞ്ഞു, ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ വേറൊരു സംസ്ഥാനത്തിലും ഇല്ല. അപ്പോൾ പുതിയ മുഖ്യമന്ത്രി കയറിയപ്പോൾ കൈയടിച്ചിട്ട് പറഞ്ഞു, ഇനി 4 വർഷമാകാതെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുകയില്ല. പക്ഷേ ആ പറഞ്ഞതിനകത്ത് ഒരാത്മാർത്ഥത ഇല്ലെന്നുള്ള സത്യം എന്നാണെന്നറിയോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അയാൾ പറയണമായിരുന്നു, ഇത് മുൻകാല പ്രാബല്യത്തിൽ ഞാൻ നടപ്പാക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 വർഷം ഭരിച്ച LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 പ്രാവശ്യം പേഴ്സണൽ സ്റ്റാഫിനെ മാറിയിട്ടുണ്ട്. 2.5 വർഷം 2.5 വർഷം 2.5 വർഷം 2.5 വർഷമായിട്ട് അവന്മാരുടെ മുഴുവൻ പെൻഷൻ പോയേനെ. അത് വേണ്ടിയില്ല. പുതുതിനകത്ത് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, പഴയതെ തൊടുന്നില്ല. സർക്കാർ ഓരോ കാര്യങ്ങളും കൂട്ടുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെയാണല്ലോ ഇവിടുത്തെ കൃഷിക്കാരനിട്ട് കയറ്റി കൊടുക്കുന്നത്. വസ്തുവിൻ്റെ നികുതി കൂട്ടുന്നത് മുൻകാല പ്രാബല്യത്തോടെയാണല്ലോ. എന്നാ വന്നാലും കൃഷിക്കാരനും നാട്ടുകാരനും മുൻകാല പ്രാബല്യത്തോടെ കൂട്ടിയിട്ട് പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യം വരുമ്പോൾ എന്നാ മുൻകാല പ്രാബല്യത്തോടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി VD സതീശന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നും പിണറായി വിജയനുമായിട്ടില്ല. അതുകൊണ്ട് പെൻഷൻ ഒരു 20,000, ഒരു 30,000, 50,000 ആയിട്ട് ഒരാൾക്ക് ഒരു പെൻഷൻ കൊടുത്ത് കട്ട് ചെയ്യണം പരിപാടി. അല്ലെ ഒരു പെൻഷനെ സീൽ ചെയ്യണം, തുക ഇങ്ങനെ സീൽ ചെയ്യണം. ഇത്രയും വലിയ തുക കൊടുത്ത് ഇത് മേടിച്ച് അക്കൗണ്ടിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ നാട്ടുകാരെ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ പെൻഷൻ പറ്റുന്ന വലിയ ഉദ്യോഗസ്ഥന്മാരെ സർക്കാരിൻ്റെ ശമ്പളം കൊടുത്ത് പിന്നെ ഉപദേശകന്മാരാക്കിയും ഡയറക്ടർ ബോർഡിൻ്റെ തലപ്പത്തൊന്നും നിർത്തണ്ട. ഇതിനൊക്കെ പണി അറിയാവുന്ന ചെറുപ്പക്കാർ പിള്ളേർ ഇവിടെയുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളവർ, ഒരു പണിയില്ലാതെ നടക്കുന്നവർ. നിങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ടി പുതിയ മന്ത്രാലയം ഉണ്ടാക്കി, ഒരു മന്ത്രിയെ ഉണ്ടാക്കി, 10-40 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടാക്കി നടക്കുമൊന്നും വേണ്ട.
ഇവിടുത്തെ ജനത്തിന് വിദ്യാഭ്യാസം, നിങ്ങൾ മന്ത്രിമാരെക്കാളും നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിനേക്കാളും വിദ്യാഭ്യാസവും വിവരമുള്ള നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള പിള്ളേർ ഇവിടെയുണ്ട്. ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അവർക്ക് പണി കൊടുത്താൽ മതി. ഈ പെൻഷൻ പറ്റിയവർ വന്ന് തലപ്പത്തിരുന്നില്ലെങ്കിലും മെട്രോ ഒക്കെ ഓടും. അതൊക്കെ ഓടിക്കാൻ അറിയാവുന്ന പിള്ളേർ ഇവിടെയുണ്ട്. അവർക്ക് കൂടെ 4 ലക്ഷം രൂപ ശമ്പളം അവർക്ക് കിട്ടട്ടെ. ഈ പെൻഷൻ ഇത് ഒരാൾക്ക് ഒരെണ്ണമായിട്ട് പറയണം. ഒറ്റ ഒരെണ്ണമേ ഒരാൾക്ക് പെൻഷൻ കൊടുക്കാൻ പാടുള്ളൂ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. സാധാരണഗതിയിൽ ഒറ്റ സർവീസിൽ കയറുന്ന 30 വയസ്സോ 32 വയസ്സോ ഒക്കെ ആകുമ്പോഴാണ്. PSC എഴുതി നോക്കിയിരിക്കല്ലേ. 30 വയസ്സിൽ കയറിയാൽ 56 വയസ്സിൽ സർവീസിൽ നിന്ന് ഇറങ്ങുമ്പം 26 വർഷം സർവീസേ ഉള്ളൂ. 26 വർഷം സർവീസ് ഉള്ള ഒരു 40 വർഷമൊക്കെയാണ് പെൻഷൻ. അത് വേണ്ടതിൻ്റെ ആവശ്യമില്ല. ഈ സർവീസ് കഴിഞ്ഞിട്ട് ഒരു 15 വർഷത്തേനോ വല്ലോ സീൽ ചെയ്ത് 15 വർഷം കഴിയുമ്പോൾ പെൻഷൻ കട്ടാക്കണം. പെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ലത്. അല്ലേ കൊടുക്കുന്നെങ്കിൽ തുച്ഛമായ എന്തെങ്കിലും കൊടുക്കണം. സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത്, ജനത്തിന് പൊതുവെ ഒരു വിചാരമുണ്ട്, 6 ലക്ഷം കോടി സംസ്ഥാനത്തിൻ്റെ കടമല്ലേ, ഞങ്ങൾക്ക് എന്നാ വിഷയം, ഞങ്ങളെ ഇത് ബാധിക്കുന്നില്ലല്ലോ. അതും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഇവിടെ കടമെന്ന് പറയുന്നത് ഈ 6 ലക്ഷം കോടി എന്ന് പറയുന്നത് 3,60,00,000 ആളുകൾക്ക് വീതിക്കുമ്പോൾ ഒരാൾക്ക് 1,66,000 രൂപ കടം വരും. കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നത വ്യാപാരി മുതൽ മലയാളിയായിട്ട് ജനിച്ചു പോയിട്ടുള്ള പിച്ചക്കാരൻ വരെ ഈ 3,60,00,000 വരുന്ന എല്ലാവരുടെയും കടമാണ് 1,66,000 രൂപ. ഈ 1,66,000 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 16,600 രൂപയാണ്. ഈ 16,600 രൂപ ഏറ്റവും ഉന്നത വ്യവസായി മുതൽ ഏറ്റവും താഴെയുള്ള പിച്ചക്കാരൻ വരെ മാസം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അടയ്ക്കേണ്ടി വരും. എങ്ങനെ അടയ്ക്കണം? ഇന്ധനം അടിക്കുമ്പോൾ, പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും, ഗ്യാസ് മേടിക്കുമ്പോൾ, കറണ്ട്, GST, പിന്നെ ഈ ഭൂമിയുടെ നികുതി, ഇൻകം ടാക്സ്, വിവിധങ്ങളായ സെസ്സുകൾ, വീടിൻ്റെ കരം, ഇതുകൂടാതെ ഹരിതകർമ്മസേന, ബസ് ചാർജ്, ഓട്ടോ ചാർജ്. ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ 16,600 രൂപ എങ്ങനെയെങ്കിലും തല്ലിക്കൊന്ന് ഗവൺമെൻറ് വർഷം ആൾക്കാരുടെ നിന്ന് മേടിക്കും. അപ്പോൾ പറയും പിച്ചക്കാരൻ ഞാൻ കൊടുത്തില്ലെന്ന്. നിങ്ങൾ കൊടുക്കണ്ട, സാധാരണ ഇടത്തരക്കാരൻ്റെ നിന്ന് മേടിച്ചോളും. 100 യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഫ്രീ ആണെങ്കിൽ ഇവിടെ 1,500 രൂപ ബില്ലിട്ട് വയലോട്ട് കൊടുക്കും. അതിൻ്റെ പുറത്ത് എക്സ്ട്രാ നികുതി എന്നൊക്കെ പറയുന്നത് എന്നാണെന്നറിയാവോ? ഈ 16,600 രൂപ മാസം അടയ്ക്കാനുള്ള പലിശ അല്ല, വർഷം അടയ്ക്കാനുള്ള പലിശയായി ചോദിക്കുന്നത്. ഞാൻ കേരളത്തിലെ മലയാളിയോട് ചോദിക്കട്ടെ, ഈ കണക്ക് രാഷ്ട്രീയക്കാരൻ പറയുമോ? അവന് പറയാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരും കൂടെ കൂടി 3,43,00,000 ജനം ഉണ്ടാക്കുന്നത് ഞങ്ങൾ 16,33,000 പേരെ അമുക്കുക എന്ന് രാഷ്ട്രീയക്കാരന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? രണ്ടാമത്തെ ചോദ്യം, ഇത് നമ്മൾ ഇനി വഹിക്കണമോ? ഈ 16,33,000 പേർക്ക് വേണ്ടി മുഴുവൻ കൊടുക്കാൻ ഈ 3,43,00,000 എന്ന നമ്മൾ പണിയെടുക്കണമോ? അടുത്തത്, നമ്മളിത് എന്തിന് ചുമക്കണം? ഈ പ്രശ്നത്തിന് പരിഹാരം വേണ്ടേ? ഒരു ശാശ്വത പരിഹാരം വേണ്ടേ? ഈ വിഷയം പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. നിങ്ങളിത് ചിന്തിക്കുക. വേണമോ വേണ്ടയോ? ആദ്യം ഇത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരത്തിലേക്കും ഇവിടുത്തെ 3,43,00,000 92% അനുഭവിക്കുന്ന അവർക്കെതിരെ നമ്മൾ ഒരുമിക്കേണ്ടി വരും. ചിന്തിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.